യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കും. യമനിൽ നടന്ന ചർച്ച വിജയം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കും. യമനിൽ നടന്ന ചർച്ച വിജയം. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്, സുപ്രധാനപ്പെട്ട വാർത്തയാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കും. യമനിൽ നടന്ന ചർച്ച വിജയമായിരിക്കുകയാണ്. ഓരോ മലയാളിയുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായും അർജുന, ഏറ്റവും വലിയൊരു ബിഗ് ബ്രേക്കിംഗ് വാർത്തയാണ് അത്. ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കുന്ന ഒരു വാർത്തയ്ക്കായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് മരവിപ്പിക്കാൻ ഒരു ധാരണയായിരിക്കുന്നു. തലാലിന്റെയും ഒപ്പം തന്നെ യമനി ഭരണാധികാരികളുടെയും കുടുംബവുമായി ഈ യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ ഉമറിന്റെ പ്രതിനിധികൾ നടത്തിയ ചർച്ച അത് വലിയ വിജയം കണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ്, ഈ വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി യമനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. നോർത്ത് യമനിൽ നടന്ന ചർച്ചയാണ്. നോർത്ത് യമനിൽ അല്പം മുൻപാണ് ഇന്നത്തെ ചർച്ച പുനരാരംഭിച്ചത്. അപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള ഒരു ധാരണയിൽ എത്തുകയായിരുന്നു. എന്താണ് ഉപാധികൾ എന്നത് വ്യക്തമല്ല. ഉപാധി ഇല്ലാതെയാണോ ഈ ഒരു തീരുമാനത്തിലേക്ക് തലാലിന്റെ കുടുംബം എത്തിയത്, അതല്ല ഉപാധികളോടുകൂടി ഈ ദിയാദനം സ്വീകരിച്ചുകൊണ്ടാണോ എന്നുള്ളതെല്ലാം വരും മണിക്കൂറുകളിൽ മാത്രമാണ് വ്യക്തമാവുക. എങ്കിൽ കൂടിയും വലിയ സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കുന്ന കാര്യത്തിലേക്ക് തീരുമാനമായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഈ വധശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കോടതിയിൽ സമർപ്പിക്കും. കാരണം ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം ഈ കൊലക്കേസ് പ്രതിയായിട്ടുള്ള ഒരാൾക്ക് പരമാവധി ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ എന്നുള്ളത് വധശിക്ഷ തന്നെയാണ്. അത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം പ്രതിക്ക് മാപ്പ് നൽകണം. അത് ഒന്നുകിൽ നിരുപാധികമാകാം, അല്ലെങ്കിൽ ദിയാദനം സ്വീകരിച്ചാകാം. ഇവിടെ തലാലിന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാമെന്ന ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഏറ്റവും പോസിറ്റീവായ വാർത്തകൾ വരുന്നു എന്നുള്ളതാണ്. ചർച്ച പോസിറ്റീവാണ് എന്ന് അല്പം മുൻപ് തന്നെ നമ്മൾ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാനുള്ള ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കേരളത്തിൽ നിന്നുള്ള സുന്നി നേതാവ്, പ്രത്യേകിച്ച് AP വിഭാഗം സുന്നി നേതാവും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്ന് ഈ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച അത് യമനിൽ വിജയം കണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി യമനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർജുന, തീർച്ചയായും യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കും. യമനിൽ നടന്ന ചർച്ച വിജയകരമായിരിക്കുകയാണ്. ഏറെ എല്ലാ മലയാളികളും ആഗ്രഹിച്ച ഒരു വാർത്ത തന്നെയാണ് നിലവിൽ പുറത്തുവരുന്നത്. 2 ദിവസമായി ഇതിന്റെ പുറകിലുള്ള ചർച്ചയ്ക്കൊടുവിൽ സുപ്രധാനമായ കാര്യമാണ് പുറത്തുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് റിയാസ് KMR നൽകിയത്. സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ചർച്ചയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. വിദ്യാഭ്യാസ മന്ത്രി സ്ഥിരതയില്ലാത്ത അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.